വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. 2007 കേരളത്തിൽ ആശാ വർക്കർമാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആശാ വർക്കർമാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരാഴ്ചത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഇന്റർവ്യൂ കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രെയിനിങ്ങിൽ പറഞ്ഞത്, ആഴ്ചയിൽ 3-4 ദിവസം 2-3 മണിക്കൂർ നിങ്ങളുടെ മറ്റ് ജോലിക്ക് പുറമെ സേവന മനസ്ഥിതിയോടെ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു ആരോഗ്യ മേഖലയുടെ അടിത്തട്ടിൽ. അതിന് നിശ്ചിത ഇൻസെന്റീവ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇത് NHMന്റെ ഭാഗമായിട്ടായതിനാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഭാഗ തൊഴിലാളികളോട് കാണിക്കുന്ന കടുത്ത അനീതി അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, സ്ഥിരം തൊഴിലാളികളായി അംഗീകരിക്കാതെ 24 മണിക്കൂറും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാ വർക്കർമാർ. 3-4 മണിക്കൂർ പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ ആശാ വർക്കർമാർ രാവിലെ മുതൽ രാത്രിയും, പകല് ഫീൽഡ് പ്രവർത്തനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി, അത് കഴിഞ്ഞ് രാത്രി ഓൺലൈനായിട്ട് ചെയ്യേണ്ട ജോലികളൊക്കെ സ്വന്തം ഫോണിൽ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിരന്തരമായി ഇടപെടുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് ഈ വിഭാഗത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തി പോന്നിട്ടുള്ളത്. 7000 രൂപ ഹോണറേറിയം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മാറി മാറി വരുന്ന സമയത്ത് ആശമാർക്ക് നൽകുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റ് അന്ന് തീരുമാനിച്ച തുച്ഛമായ ഇൻസെന്റീവിൽ ഭേദഗതി വരുത്തിയിട്ടില്ല ഇതുവരെ. ഇപ്പം ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത്, നിരവധി തൊഴിലുകൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ വർഷം സ്ഥിരമായി ഞങ്ങൾ ചെയ്യുന്ന 23 ഇന പ്രവർത്തികളുണ്ട്. ഒന്ന്, കുത്തിവെപ്പ് കേന്ദ്രത്തിൽ കുട്ടികളെ എത്തിക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി അവരെ ബോധവൽക്കരിക്കണം. അത് കഴിഞ്ഞ് കുത്തിവെപ്പ് കേന്ദ്രത്തിൽ കുട്ടികൾ എത്തുമ്പോൾ ആശാ വർക്കർ അവിടെ ഉണ്ടായിരിക്കണം ഡ്യൂട്ടിക്ക്. പിന്നീട് NCD ക്യാമ്പ് നടത്തണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യണം. സബ് സെന്ററിലെ മീറ്റിങ്ങിലും പഞ്ചായത്തിലെ മീറ്റിങ്ങിലും പങ്കെടുക്കണം. ഫീൽഡ് പ്രവർത്തനം നടത്തണം. ഒരു മാസത്തിൽ 110 വീട് വരെ കയറണം. കിടപ്പിലായ രോഗികളുടെ 10 വീടുകൾ, അതുകൂടാതെ ഈ വർണറബിൾ അംഗവൈകല്യമൊക്കെ ഉള്ളവരുടെ വീടുകൾ, അങ്ങനെ എല്ലാ വിഭാഗത്തെയും സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആശാ വർക്കർമാരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് 23 ഇന പ്രവർത്തികൾക്ക് പുറമെയാണ് കഴിഞ്ഞ വർഷം ശൈലി ആപ്പ് എന്ന് പറഞ്ഞ് ഒരു സർവേ കൊണ്ടുവരുന്നത്. ശൈലി ആപ്പ് എന്ന സർവേ സ്വന്തം ഫോണിൽ ചെയ്യണം എന്നാണ്. ഒരു ഉപകരണം ഗവൺമെന്റ് തരുന്നില്ല, സ്വന്തം ഫോണിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. 200 രൂപയാണ് ഒരു മാസത്തിൽ ഫോൺ ചാർജ് ആയിട്ട് നൽകുന്നത്. ഇന്ന് ഒരു മാസത്തെ റീചാർജ് ചെയ്യാൻ എത്ര വേണമെന്ന് ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകരോട് പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിരന്തരമായി റിപ്പോർട്ട് അയക്കുകയും ഒക്കെ ചെയ്യേണ്ട ഞങ്ങൾക്ക് ഇത്തരം ഒരു ജോലി കൂടി 1 രൂപ പോലും തരാതെ അടിച്ചേൽപ്പിച്ച സമയത്ത് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്തു കഴിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം ആ സമരത്തിന്റെ അനുരഞ്ജന ചർച്ചയിൽ, മന്ത്രി വിളിച്ച അനുരഞ്ജന ചർച്ചയിൽ 5 രൂപ വീതം ഒരു വീടിന് ഒരാൾക്ക് നൽകാമെന്ന തീരുമാനമായി അത് തന്നു. അന്ന് ജീവിതശൈലി രോഗങ്ങളുടെ സർവേയാണ് നടത്തിയത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അങ്ങനെ കണ്ട കാര്യങ്ങളൊക്കെ. എന്നാൽ ഇത്തവണ കുറച്ചും കൂടി ഗൗരവമായി ഉദ്യോഗസ്ഥർ അതിലെല്ലാം ഇടപെട്ടു. ഈ തവണ ക്യാൻസർ, കിഡ്നി പേഷ്യന്റിന്റെ വിഷയങ്ങൾ, അതുപോലെ തന്നെ കുഷ്ഠരോഗം, അതുപോലെ TB, കാഴ്ച, കേൾവി, ഇങ്ങനെ 6ഓളം സർവേകൾ കൂടി അതിന്റെ മേൽ അടിച്ചേൽപ്പിച്ചു. അതിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീട്ടിൽ ഒരാളുടെ അടുത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 25 മിനിറ്റെങ്കിലും അവരോട് സംസാരിച്ച് നമ്മളുടെ ഫോണിൽ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ട സ്ഥിതിയാണ്. ഞങ്ങളുടെ ആശാ വർക്കർമാർക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് തുച്ഛമായ തുകയാണ്. യാത്രയ്ക്ക് പോലും തികയാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്നാൽ അവരെ കൊണ്ട് ഇത്തരം ജോലികളും കൂടി ചെയ്യിക്കാൻ തുടങ്ങിയതോടുകൂടി വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്.
അങ്ങനെ ആ 62 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സർവേ വന്ന സമയത്ത് ഞങ്ങൾ ഇത് വെറുതെ ചെയ്തു തരാൻ പറ്റില്ല, 5 രൂപയ്ക്ക് ചെയ്യാനും പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 2 സമരം നടന്നു. സമരം നടന്നതിന് ശേഷം വീണ്ടും ഒരു ചർച്ച നടത്തി. ഡയറക്ടറുടെ നേതൃത്വത്തിൽ, NHM ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി. മാസത്തിൽ 2000 രൂപ വീതം, ഇത് റൊട്ടീനായിട്ട് നടത്തേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ട് മാസത്തിൽ 2000 രൂപ വീതം നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കാം എന്ന് ഉറപ്പ് നൽകി നിങ്ങൾ പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറഞ്ഞു. ഡയറക്ടറുടെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് കടന്നു. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം വീണ്ടും ലെപ്രസി എന്ന സർവേ കൊണ്ടുവരിക. ഈ ആപ്പിൽ ഉൾപ്പെടുത്തിയ സർവേ തന്നെ വീണ്ടും കൊണ്ടുവരിക. ഓരോ ആശാ വർക്കറും ഒരു പുരുഷ വളണ്ടിയറെ കൂടി കൂട്ടണം. എന്നിട്ട് ഓരോ വീടും കയറി പുരുഷന്മാരെ ഈ പുരുഷ വളണ്ടിയർ പരിശോധിക്കണം, സ്ത്രീകളെ ആശാ വർക്കർ പരിശോധിക്കണം. എന്നിട്ട് അവരുടെ ദേഹത്തുള്ള കലകളും പാടുകളും ഒക്കെ തന്നെ രേഖാമൂലം രേഖപ്പെടുത്തി കൊടുക്കുകയും ആ വീട് മാർക്ക് ചെയ്യുകയും വേണം എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നു. ശൈലി സർവേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ സർവേ. അതോടൊപ്പം തന്നെ TB സർവേ ഈ ശൈലിയിൽ ഉൾപ്പെടുത്തിയതാ. അതും വീണ്ടും വീടാന്തരം കയറി 100 ദിവസം കൊണ്ട് 10,000 1000 വീട് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടത്തണം എന്നാ പറയുന്നത്. ഇങ്ങനെ ഈ വിഭാഗം തൊഴിലാളികളായി അംഗീകരിക്കാനോ തൊഴിലാളികൾക്ക് നൽകേണ്ടതായ ആനുകൂല്യം നൽകാനോ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കാതിരിക്കുന്ന സമയത്ത്, തയ്യാറാകാതിരിക്കുന്ന സമയത്ത് ഇവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന തരത്തിലുള്ള ഇടപെടലാണ് കേരളത്തിലെ ഇതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ആശ ഇതിനെതിരെ സംസാരിച്ചാൽ അവരെ മാനസികമായി പീഡിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഉപാധി വെച്ച് നൽകുന്ന ഹോണറേറിയത്തിൽ കുറവ് വരുത്തുകയും ചെയ്യുന്ന നിലപാടിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പോവുകയാണ്. ആശാ വർക്കർക്ക് ഹോണറേറിയം കിട്ടുന്നത് ഉപാധി വെച്ചാണ്. ഉപാധി വെച്ചായത് കൊണ്ട് തന്നെ ഇത് രേഖപ്പെടുത്തേണ്ടത് JPHമാരാണ്. JPHമാർ പറയുന്ന പണി ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു ചോദ്യം ആശാ വർക്കറുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ എത്രത്തോളം ഇടിച്ചു താഴ്ത്താമോ, എത്രത്തോളം അവരുടെ വേതനം കട്ട് ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുന്ന, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ ഞങ്ങളോട് ഈ വിഷയങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾക്ക് ഒരു പ്രചോദനം, മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം തരുന്ന JPHമാരും മെഡിക്കൽ ഓഫീസർമാരും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ഈ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഇത്തരം പീഡനവും അതുപോലെ തന്നെ ഇത്തരം സർവേകൾ ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ ജില്ലയിൽ തോന്നും പോലെ പ്രവർത്തിപ്പിക്കുക. അവരങ്ങോട്ട് സർക്കുലർ അടിച്ചിറക്കുക. ഇന്ന രീതിയിൽ ആശാന്ന് പേര് കൊടുത്തുകൊണ്ട് സർക്കുലർ സ്വന്തം അടിച്ചിറക്കുക. ഇവിടെ വന്ന് ഡയറക്ടർ മുന്നിൽ ഇത് വെക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറ്റി അറിയല. ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രിക്ക് ഇതിനെപ്പറ്റി അറിയല. ഈ വിധത്തിലുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സർവേ ആയിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. 6-ാം തീയതി മുതൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അനിശ്ചിതകാല സമരം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. DHSന് മുന്നിലാണ് സമരം. ആ DHSന് മുന്നിൽ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ഒരു സത്യാഗ്രഹ സമരമായിട്ടാണ് ഞങ്ങൾ ഇപ്പം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പണി മുടക്കിക്കൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഒന്ന് ശൈലി സർവേയിൽ ഉൾപ്പെട്ട സർവേ വീണ്ടും എടുപ്പിക്കുന്നത് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ ഉദ്യോഗസ്ഥർ ഇഷ്ടാനുസരണം പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് ഏകീകരിച്ച് ഒരു സർക്കുലർ വേണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. അങ്ങനെ സർക്കുലർ ഇറക്കാമെന്ന് പറഞ്ഞ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ച നടന്നു എന്നല്ലാതെ അതിന്റെ മുന്നോട്ടുള്ള ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. മറ്റൊന്നുള്ളത്, ഞങ്ങളെ ഹോണറേറിയം 7,000 രൂപയാണ്. അത് ഒരു 15,000 രൂപയെങ്കിലും ആക്കാതെ ഒരടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഇന്നത്തെ വിലക്കയറ്റത്തിന്റെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. യാത്രയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി അത് നമ്മളെ മുന്നിലുണ്ട്.
പെട്രോളിന്റെയും ഡീസലിന്റെയും വില കയറുന്നതിനനുസരിച്ച് ജീവിത സാഹചര്യം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഹോണറേറിയം കൊണ്ട് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് 10,000 എങ്കിലും ഹോണറേറിയം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളത് ഞങ്ങൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുന്നിൽ ഒരു ചർച്ച സമയത്ത് ഞങ്ങൾ ഒരു കാര്യം വെച്ചിരുന്നു. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പ്രായപരിധി നിശ്ചയിക്കുന്നുണ്ട്, എന്നാൽ കേരളത്തിൽ ഇതുവരെ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. മാത്രമല്ല, പിരിയുന്ന സമയത്ത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഈ തൊഴിലാളികൾക്ക് നൽകുന്ന വിധത്തിൽ, പിരിഞ്ഞതിന് ശേഷം 5,000 രൂപയെങ്കിലും പെൻഷൻ നൽകുന്ന വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുൻപാകെ വെച്ചത്. അത് ചർച്ച ചെയ്ത് പരിശോധിച്ചിട്ട് നടത്താമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ അതിനൊരു തീരുമാനമായിട്ടില്ല. ഹോണറേറിയത്തിന് വെക്കുന്ന ഈ ഉപാധി പിൻവലിക്കണം എന്ന് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ്. 7,000 രൂപയായ തുച്ഛമായ ഹോണറേറിയം തരുമ്പോഴും ഉപാധി വെച്ചുകൊണ്ട് അത് കട്ട് ചെയ്യുന്ന നിലപാട് ഇനി മുന്നോട്ട് സ്വീകരിച്ചു പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആ ഉപാധി പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി ബന്ധപ്പെട്ടവർ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പം ലെപ്രസി TB സർവേകളാണ് ആവർത്തനമായി വീണ്ടും വന്നിട്ടുള്ളത്. ഈ ശൈലി സർവേ എന്ന് പറയുമ്പോൾ ഓരോ വീട് കയറി ഓരോ വ്യക്തിയുടെ ഓരോ അനുഭവങ്ങളും ചോദിച്ച് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതർ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ അതർ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഇത് കാട്ടിക്കൂട്ടിയത് കൊണ്ട് ഗവൺമെന്റിന്റെ പൈസ ചെലവാകുക എന്നല്ലാതെ ഒരു ഗുണമില്ല. അതുകൊണ്ട് സത്യസന്ധമായി ഈ സർവേ പൂർത്തിയാക്കണം എന്നുള്ളതും കൂടി ഞങ്ങളുടെ ഒരു നിർദ്ദേശമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ പത്രമാധ്യമ പ്രവർത്തകർ ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നാളെ നടക്കാൻ പോകുന്ന സമരത്തിലും അതിന്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കഴിവിന്റെ പരമാവധി നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.